വിൻസർ ഇ വി എന്ന ഈ ഒരു കാർ ഞാൻ വാങ്ങാനുള്ള 7 കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ നിരവധി പേർ കമൻറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. 8ാമതൊരു കാരണം ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു വിൻസർ ഇ വി എന്ന കാർ വാങ്ങിയത് എന്ന 8ാമത്തെ കാരണം എന്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞില്ല എന്ന് പലരും ചോദിച്ചിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെറും 2 വർഷം മാത്രം ഉപയോഗിച്ച കിയ സെൽട്ടോസ് എന്ന് പറയുന്ന വാഹനം കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വിൻസർ ഇ വി വാങ്ങിയത്. അല്ലാതെ എൻ്റെ വാഹന ശേഖരത്തിലേക്ക് ഒരു വിൻസർ ഇ വി ആഡ് ചെയ്തതൊന്നും അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. MG ഒരുപാട് ഓഫറൊക്കെ തന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തന്നതുകൊണ്ടാണ് ഈ വാഹനം നല്ലതാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയുള്ള കമൻറ്റുകളും വരാറുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, MG പോലുള്ളൊരു വലിയ ബ്രാൻഡ് ഡിസ്കൗണ്ട് തരാനുള്ള ഒരു വലിയ ഓട്ടോമൊബൈൽ യൂട്യൂബറൊന്നും അല്ല ഞാൻ. എന്നെ നിങ്ങൾ അത്രയും വലുതായിട്ട് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എന്ത് തന്നെ ആയാലും ഒരു വാഹനവും എല്ലാം തികഞ്ഞതായിട്ടില്ല. അത്തരത്തിൽ ഈ ഒരു വാഹനവും എല്ലാം തികഞ്ഞൊരു വാഹനമല്ല. ഈ ഒരു വാഹനത്തിനും ചില കുറവുകളുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഞാൻ വാങ്ങിയിട്ട് 3 മാസക്കാലം ആകുന്നു. അപ്പോൾ ഈ ഒരു 3 മാസക്കാലത്തെ എൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കമൻറ്റിൻ്റെ കൂടി ഉത്തരം പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം. അതായത് എന്തിനാണ് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇങ്ങനെ എല്ലാവരും കാണിച്ചുകൊണ്ട് കാറിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്നും അത്തരത്തിലൊരു കമൻറ്റ് വന്നിരുന്നു. ഇതിനകത്ത് ഞാൻ ഈ നിങ്ങളോട് പറയേണ്ടുന്ന ചില പോയിന്റുകൾ വിട്ടുപോകാതിരിക്കാനായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഈ ഫോൺ എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ ഇന്ന ഫോണാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴും ഒരുപാട് പേർ വളരെ മോശമായിട്ട് ഇത് കണ്ട് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ചേട്ടനെ എന്ത് പറയണം എന്ന് വരെ കമൻറ്റ് ഇട്ടവരുണ്ട്. ഒന്ന് ഓർക്കണം, ഈ ഒരു വാഹനം ഇറങ്ങിയ ആദ്യ 3 മാസം കൊണ്ട് തന്നെ ഇന്ത്യയിലെ നമ്പർ 1 സെല്ലിംഗ് ഇ വി ആയിട്ട് വിൻസർ ഇ വി മാറിയിരുന്നു. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ അവിടെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും അല്ലേ. ഈ വാഹനം വിജയിക്കാനുള്ളത് ഇവിടെ വിജയിച്ചു കഴിഞ്ഞു. ആദ്യം 3 മാസം കൊണ്ട് തന്നെ ഇന്ത്യയിൽ 10,000 യൂണിറ്റ് വിൽക്കപ്പെട്ട് എന്താ പറയുക, റെക്കോർഡുകൾ സൃഷ്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം വിൻസർ ഇ വി എന്നൊരു വാഹനം. അതായത് നിലവിൽ ഇന്ത്യയിൽ നെക്സൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓരോ മാസവും സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഇ വി കാർ. ആ ഒരു നെക്സനെയാണ് ഇത് ഇറങ്ങിയ ആദ്യ 3 മാസക്കാലത്ത് റിപ്പോർട്ട് വന്നപ്പോൾ ആ നെക്സനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇ വി കാറായിട്ട് വിൻസർ ഇ വി മാറിക്കഴിഞ്ഞു. എനിക്ക് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ കൊല്ലത്തെ ലോഞ്ചിൽ ഈ ഒരു വാഹനം ജസ്റ്റ് കണ്ടതുകൊണ്ട് അന്ന് ബ്ലൈൻഡായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമായിരുന്നു. വാഹനം ഓടിച്ച് നോക്കുക പോലും ചെയ്യാതെ ബുക്ക് ചെയ്ത ഒരാളായിരുന്നു. പിന്നീടാണ് ഇത്രയും ഈ പറഞ്ഞ ഇന്ത്യയിലെ ഒരു ടോപ്പ് സെല്ലിംഗ് ഇ വി ആയിട്ട് വിൻസർ ഇ വി മാറി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ആ ചോയ്സ് തെറ്റിപ്പോയില്ലല്ലോ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ലുക്ക് പലർക്കും സബ്ജക്റ്റീവാണ്. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് തോന്നുന്നത് നിലവിൽ റോഡുകൾ കാണുന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് MG ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. റോഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഒന്ന് ഓർക്കണം, അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. ഇവിടെയാണ് പലർക്കും അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്കൊക്കെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ചിലർക്കൊന്നും ഈ ഒരു ഡിസൈൻ തീരെ ഇഷ്ടപ്പെടാതെ പോകുന്നവരാണ് കൂടുതലും കുറ്റം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കുറവുകളെ പറ്റിയും ഗുണങ്ങളെ പറ്റിയും പറയുമ്പോൾ ആദ്യം എൻ്റെ ഗുണങ്ങൾ തന്നെ പറയാം. ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഇ വി എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു വിൻസർ ഇ വി തന്നെയാണ്. കാരണം ഇതിൻ്റെ പ്രൈസിങ് അത്രയും മികച്ചതാണ്. നേരത്തെയൊക്കെ നമുക്കറിയാം സാധാരണ IC കാറുകളും ഇ വി കാറുകളും തമ്മിൽ പ്രൈസിങ്ങിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇ വി കാറുകളുടെ പ്രൈസ് സാധാരണ IC കാറുകളേക്കാൾ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന് ഇപ്പോൾ ഇ വി കാറുകളും അതുപോലെ IC എഞ്ചിൻ കാറുകളുടെയും പ്രൈസിങ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറഞ്ഞു വരുന്നു. അതിനൊരു പ്രധാന തുടക്കം കുറിച്ചത് നമ്മളുടെ വിൻസർ ഇ വി ആണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതും ഇത്രയും വലുപ്പമുള്ള ഒരു ഇ വി, ഇത്രയും ഫീച്ചറുകളുള്ള ഈ ഒരു ഇ വി നമുക്ക് ആ ഒരു പ്രൈസിൽ ഷോറൂം പ്രൈസിൽ കിട്ടുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഇതിൻ്റെ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് വാല്യൂ ഫോർ മണിയാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഈ ഒരു വാഹനം മുതലാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചറുകളാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന ആ പൈസയ്ക്ക് നിരവധി ഫീച്ചറുകളാണ്. ഈവൻ ഞാൻ ഉപയോഗിച്ചിരുന്ന കിയ സെൽട്ടോസിൽ ഇല്ലാത്ത പോലും ചില ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ്, അത് കിയ സെൽട്ടോസിൻ്റെ ഞാൻ ഉപയോഗിച്ച് HDX എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ, അത്തരം ഫീച്ചറുകളൊന്നും കിയ സെൽട്ടോസിൽ ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ഒരു ലാപ്ടോപ്പ് നൂത്തി വെച്ച പോലെ തോന്നുന്ന തരത്തിൽ ഏകദേശം കൃത്യമായിട്ട് അതിൻ്റെ സൈസ് എനിക്കറിയില്ല, 15+ ഇഞ്ച് സൈസുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേയും ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തെ ഇന്ത്യക്കാരുടെ ടെസ്ല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ടെസ്ലയെ കാര്യമായിട്ട് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ടെസ്ല കണ്ടിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അല്ലെങ്കിൽ ടെസ്ലയുടെ ഇൻറ്റീരിയർ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾക്കെങ്കിലും തീർച്ചയായിട്ടും മനസ്സിലാവും. പരമാവധി സ്വിച്ചുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വലിയ ടച്ച് സ്ക്രീനിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്ന തരത്തിലാണ് വിൻസർ ഇ വി തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ആ ടെസ്ലയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് വിൻസർ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് തന്നെയാണ്. ഈ ഒരു വാഹനം പുറമേ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും ഒരു 7 സീറ്റർ വാഹനമാണോ എന്ന് സംശയം തോന്നിപ്പിക്കും. പക്ഷേ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 5 സീറ്റാണ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ 7 സീറ്റർ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ 5 സീറ്റുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയും വാഹനത്തിനകത്ത് കാര്യമായിട്ടുള്ള സ്പേസ് ഉണ്ട്. എന്താ പറയുന്നത്, നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടും. അതാണ് ഈ ഒരു വാഹനത്തിനകത്ത് സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുണ്ടാകുന്ന മറ്റൊരു പ്രധാന കാരണം എന്ന് തോന്നുന്നു. എസ്പെഷ്യലി ബാക്ക് റോ സീറ്റൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിക്ലൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനത്തിനകത്ത് നല്ല രീതിയിൽ നമുക്ക് യാത്ര എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ വാഹനത്തിൻ്റെ റോഡ് പ്രസൻസ്, അതായത് വിൻസർ ഇപ്പോൾ തന്നെ നിങ്ങൾ
റോഡുകളിൽ നിരവധി വിൻസറുകൾ ഒരുപക്ഷെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും. വിൻസർ എന്ന വാഹനം റോഡിലൂടെ ദൂരെ നിന്ന് ഓടി വരുമ്പോൾ അത് കാണാനൊരു പ്രത്യേക അഴക് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും ആ ഒരു റോഡ് പ്രസൻസ് അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. പിന്നീടുള്ളൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സാധാരണ ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് ഒരു ശൈശവ ദിശ ആയതുകൊണ്ട് തന്നെയും പല ഇലക്ട്രിക് കാറുകൾക്കും ഒരുപാട് ബഗ്ഗുകളും ഇഷ്യൂസും ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ അത്തരം ബഗ്ഗുകളോ ഇഷ്യൂസോ അത്ര കണ്ട് ഈ ഒരു MG വിൻസറിൽ ഇല്ല എന്നുള്ളതും ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അതായത് മറ്റ് പല EV വാഹനങ്ങളും ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഞ്ച് ഡ്രോപ്പ് ഉണ്ട്. അതായത് ഒരു 20% 25%ൽ നിന്നൊക്കെ കാര്യമായിട്ടുള്ള ഡൗൺ പെട്ടെന്ന് സീറോയിലേക്കൊക്കെ പോയി വാഹനം വഴിയിൽ നിന്ന് പോവുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഞാൻ ഓടിക്കുന്ന ഈ ഒരു വാഹനത്തിന് എസ്പെഷ്യലി ഇതുവരെ ഈ 3-4 മാസത്തിനുള്ളിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് പലപ്പോഴും വരാറുണ്ട്. ഈ ഡിസ്പ്ലേയിലൊക്കെ സാധാരണ EV വാഹനങ്ങൾക്ക് പല ബഗ്ഗുകളും വരാറുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഞാൻ ഓടിക്കുന്ന ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതും സത്യമാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ പറയേണ്ടി വരും. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചറുകൾ ഞാൻ അധികം ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഒരു ഇനിഷ്യൽ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്താണ് ഈ ഒരു വാഹനം എടുത്തപ്പോൾ തന്നെ. നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 3-4 മാസം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയതിൻ്റെ നേട്ടങ്ങൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കോട്ടങ്ങളാണ്. കുറച്ച് കുറവുകൾ എന്തായാലും ഈ ഒരു വാഹനത്തിനുമുണ്ട് മറ്റു വാഹനങ്ങളെ പോലെ തന്നെ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫാണ്. നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മളൊരു ചെറിയ ബമ്പൊക്കെ ചാടി ഇറങ്ങിയാൽ പോലും ഭയങ്കരമായിട്ട് അതിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു ആടി ഉലയുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബമ്പി റോഡുകൾ പോയി കഴിഞ്ഞാൽ, ഇന്നർ റോഡുകളുണ്ടല്ലോ, ബമ്പി റോഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര സുഖം അത്ര ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്. ആ ഒരു സസ്പെൻഷൻ സ്റ്റിഫ് ആയതുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ഹൈവേ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ 6 വരി പാത വരികയാണ് നമ്മുടെ കേരളത്തിൽ. പലയിടത്തും റോഡിൻ്റെ പണികൾ പൂർത്തിയായ ചില നല്ല റോഡിൻ്റെ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻഷൻ സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെയും ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ വാഹനം നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവേ ഇത്തരം സസ്പെൻഷൻ സ്റ്റിഫാക്കി വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അടി ചെന്ന് പ്രശ്നം എവിടെയെങ്കിലുമൊക്കെ തട്ടാനോ ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് വരാതിരിക്കാനോ ആയിരിക്കാം അത്തരത്തിൽ സസ്പെൻഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയായാലും ആ ഒരു സസ്പെൻഷൻ ഈ ഒരു വാഹനത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ബമ്പി റോഡുകളിൽ ഓവറായിട്ടുള്ള ഷേക്ക് വരുത്തുന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അത് യാത്രാ സുഖത്തിന് ഒരു അല്പം കോട്ടം വരുത്തുന്നു. അതുപോലെ തന്നെ തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് ഇതിൻ്റെ വോയിസ് ഐസൊലേഷനാണ്. അതായത് നമ്മൾ ഈ ഒരു വാഹനത്തിനകത്തിരുന്നാൽ പുറത്തെ സൗണ്ടുകൾ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് കേൾക്കാം. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് നമ്മൾ സ്റ്റീരിയോ വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം വോളിയം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്നവർക്ക് സാധാരണ വാഹനങ്ങളെക്കാൾ അത് കേൾക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വോയിസ് അകത്തേക്കും പുറത്തേക്കും പോകുന്നതിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇതിനകത്ത് നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ EV ആയതുകൊണ്ട് തന്നെയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. പക്ഷേ ടയറിൻ്റെ നോയ്സ് പൊതുവെ എല്ലാ EV വാഹനങ്ങളും കേൾക്കുന്നതാണ്. പക്ഷേ അത് അകത്തേക്ക് ഭയങ്കരമായിട്ട് കേൾക്കും എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ സ്റ്റീരിയോ പാട്ടൊന്നും വെക്കാതെ പോവുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു നോയ്സ് ഐസൊലേഷൻ പ്രോപ്പർ ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കുറവെന്ന് പറയുന്നത് റാറ്റ്ലിംഗ് സൗണ്ട്. ഒരു പുതിയ വാഹനത്തിന് ഇത്രയും പെട്ടെന്നൊന്നും റാറ്റ്ലിംഗ് സൗണ്ട് അങ്ങനെ വരാൻ പാടുള്ളതല്ല. ഇതിൻ്റെ ഡോർ പാനലിൽ നിന്ന് എസ്പെഷ്യലി നമ്മളുടെ ആ ഒരു സീറ്റ് ബെൽറ്റ് പുള്ളി ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഈ ഈച്ചകളൊക്കെ മുരളുന്ന കണക്കുള്ള ചെറിയ ചെറിയ റാറ്റ്ലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനത് MGക്ക് കംപ്ലൈൻറ്റ് ചെയ്തു. അവരുടെ ഷോറൂമിൽ കൊണ്ടുപോയി ഇതിൻ്റെ ഡോർ പാനൽ അഴിപ്പിച്ച് സ്ക്രൂസ് എല്ലാം ടൈറ്റൻ ചെയ്തു. ആ ടൈറ്റൻ ചെയ്ത ആ ഡേ ഒരു സൗണ്ടും പിന്നീട് കേട്ടിരുന്നില്ല. പക്ഷേ വെരി നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് അടുത്ത ദിവസം തൊട്ട് തന്നെ വീണ്ടും അത് ആ സൗണ്ടുകളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വിൻസർ ഓണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെവി കോർത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സൗണ്ടുകൾ ഈ വാഹനത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കേൾക്കാം. പക്ഷേ അവരൊക്കെ ചെയ്യുന്നത് ഉറക്ക പാട്ട് വിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ദേ ആർ സാറ്റിസ്ഫൈഡ് എന്നാണ് അവർ പലരും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റാറ്റ്ലിംഗ് സൗണ്ടിൻ്റെ ഇഷ്യൂ പലർക്കും ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ എസിക്ക് കംപ്ലൈൻറ്റോ കുറവുകളോ ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ എസിയുടെ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന തണുപ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ തണുക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓട്ടോ മോഡിൽ ഇടുന്ന എന്തിനാ കുറച്ചും കൂടെ ടെമ്പറേച്ചർ ഫാൻ സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തണുപ്പ് അറ്റൈൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഫാൻ സ്പീഡ് കൂട്ടിയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡൗൺ ചെയ്തോ പെട്ടെന്ന് കൂൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് റേഞ്ചിനെ ബാധിക്കുന്നുണ്ട്. ഈ ഫാൻ സ്പീഡ് കൂടുന്നതനുസരിച്ചുകൊണ്ട് റേഞ്ച് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഓട്ടോ മോഡിലാണ് നമ്മൾ AC ഇട്ടുകൊണ്ട് ഓടുകയാണെങ്കിൽ കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓട്ടോ മോഡ് ഇടുമ്പോൾ വാഹനം തണുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു എന്നുള്ളതും സത്യമാണ്. വാഹനത്തിന്റെ കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ പല ആക്സസറികളും, അതായത് അത്യാവശ്യം വേണ്ടുന്ന പല ആക്സസറികളും ഇപ്പോഴും അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള സീറ്റിനും ഡിക്കി സ്പേസിനും ഇടയ്ക്കുള്ള പാഴ്സൽ ട്രേ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ആക്സസറി അത് ഇതുവരെ മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. MGയുടെ സൈറ്റിൽ ഇതുവരെ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ
ഒരു പാഴ്സൽ ട്രേ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ AC ഇടുമ്പോൾ തണുപ്പ് ഈ സീറ്റിന്റെ സൈഡിലൂടെ ഈ ഡിക്കി ഏരിയയിലേക്ക് കൂടി ACയുടെ തണുപ്പ് വെറുതെ എന്താ പറയുന്നത് അവിടെ എല്ലാം പോയി ACയുടെ തണുപ്പ് ലോസ് ആവുന്നുണ്ട് കാര്യമായിട്ട്. എന്നാൽ ആ ഒരു പാഴ്സൽ ട്രേ ഉണ്ടെങ്കിൽ ആ ഒരു ഡിക്കി സ്പേസിലേക്ക് തണുപ്പ് നമുക്ക് ലോസ് ആകാതിരിക്കുകയും അകത്ത് കുറച്ചും കൂടെ കൂളിംഗ് കിട്ടുകയും ചെയ്തതാണ്. മാത്രമല്ല നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഇപ്പോൾ സീറ്റിന്റെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ടിഷ്യൂ ബോക്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു പാഴ്സൽ ട്രേ യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഇതുവരെയും ആ ഒരു ആക്സസറി ഇതുവരെ ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല ആക്സസറികളും അത്യാവശ്യം വേണ്ടുന്ന പല ആക്സസറികളും ഈ ഒരു MGയുടെ സൈറ്റിൽ ഇതുവരെയും ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിന്റെ ഗ്ലാസ് ഏരിയ കുറച്ച് വലുതാണ്. സാധാരണ വാഹനങ്ങളിലെ അപേക്ഷിച്ച് കുറച്ച് വലിയ ഗ്ലാസ് ഏരിയകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷമുണ്ട്. ഗുണമെന്ന് പറയുന്നത് വിസിബിലിറ്റി കാര്യമായിട്ട് കൂടുതലാണ്. പക്ഷേ ദോഷം എന്ന് പറയുന്നത് അകത്ത് ഭയങ്കരമായിട്ടുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു ഈ ഒരു വിൻസർ വാഹനങ്ങൾ വാങ്ങുന്ന പലരും, എനിക്കറിയാവുന്ന പലരും ആദ്യം തന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അനുവദനീയമായ രീതിയിലുള്ള കൂളിംഗ് ഫിലിമുകൾ കൃത്യമായിട്ട് ഈ വാഹനത്തിനകത്ത് ഞാനും ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് നിന്ന് നമുക്ക് ഈ കൂളിംഗ് ഫിലിം ഒട്ടിക്കുക. അതുപോലെ തന്നെ ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വന്നിരുന്ന ഫ്ലോർ മാറ്റ് എന്ന് പറയുന്നത് വളരെ റിജിഡായിട്ട് കട്ടിയുള്ള ടൈപ്പ് ഒരു സുഖമില്ലാത്ത ഫ്ലോർ മാറ്റാണ്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ 70 മാറ്റൊക്കെ മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആൻഡ്രോയിഡ് ആട്ടോ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ആൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വാഹനങ്ങളിൽ നമ്മൾ വാഹനത്തിലേക്ക് വീണ്ടും വന്ന് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ആവും. ഇത് ഒരു 100 പ്രാവശ്യത്തിൽ എങ്ങനെ പോയാലും 75 തവണയും നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ഓരോ തവണയും വാഹനത്തിലേക്ക് വരുമ്പോൾ റീകണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് വളരെ അനോയിങ് ആയിട്ടും തോന്നി. സാധാരണ ഞാൻ മുമ്പ് ഉപയോഗിച്ച വാഹനത്തിലേക്ക് 1 ടൈം നമ്മൾ കണക്ട് ചെയ്തിട്ടിരുന്നാൽ മതി. ആ കണക്ഷൻ ആ ഫോണുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. വാഹനത്തിലേക്ക് വന്ന് കയറിയാൽ മതി, ആൻഡ്രോയിഡ് ഓട്ടോ സെറ്റ് ആവും. പക്ഷേ ഇത് ഈച്ച് ആൻഡ് എവറി ടൈം നമുക്ക് റീകണക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും ഈ പറഞ്ഞ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ കാറിനകത്ത് കയറി, കയ്യിൽ ഫോണുണ്ട്, പക്ഷേ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആട്ടോ ഇതുവരെ കണക്ട് ആയിട്ടില്ല. അപ്പോൾ ഓരോ സമയം നമ്മളിതുപോലെ ആൻഡ്രോയിഡ് ആട്ടോയിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മുടെ ഫോൺ ഇത്തരത്തിൽ ഈ സ്ക്രീനിൽ സെലക്ട് ചെയ്ത് ഓരോ യാത്രയിലും ഇത്തരത്തിൽ നമ്മൾ ആൻഡ്രോയിഡ് ആട്ടോ റീകണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാതെ നമുക്കിതിൻ്റെ ഈ ഒരു വീഡിയോ പൂർത്തിയാക്കാൻ സാധിക്കത്തില്ല. അതായത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ റേഞ്ച് 320 കിലോമീറ്റർ 320+ ആണ് MG വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ MG അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ 4% ഞാൻ ഇതുവരെ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 13.5 കിലോമീറ്റർ ആണ്. അതായത് 3 കിലോമീറ്റർ 1% വെച്ചാലും 12-ലധികം 13.5 കിലോമീറ്റർ ഇപ്പോൾ തന്നെ ആൾറെഡി ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ പറയുകയാണെങ്കിൽ കണ്ണുമടച്ച് നമുക്ക് 250 കിലോമീറ്റർ കണ്ണുമടച്ച് കിട്ടും. എങ്ങനെ ഈ ഒരു വാഹനം ഓടിച്ചാലും 250 കിലോമീറ്റർ ഗ്യാരണ്ടി കിട്ടും. ഇപ്പോൾ ഈ ഒരു വാഹനം 70% കൺസ്യൂം ചെയ്തു. ഇനി 30% ഉള്ളൂ ബാലൻസ്. ഈ 30% ബാലൻസിൽ ഇതുവരെ ഓടിയതെന്ന് പറയുന്നത് 185.6 കിലോമീറ്റർ. 186 കിലോമീറ്റർ 70% ഓടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കി. 70-ന് 186 ഓടിയെങ്കിൽ 100-ന് 265.7 266 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിനകത്ത് സഞ്ചരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു 70% ടൈമിൽ ഞാൻ ഓടിയത് സിറ്റി ഡ്രൈവ് ഉണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് പോയിരുന്നു. അതുപോലെ കുറച്ച് വളരെ ലോക്കലായിട്ടുള്ള ഓട്ടം, എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഓട്ടം. അതെന്ന് പറയുന്നത് കൂടുതലും കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം, വളരെ റേഞ്ച് കുറവ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ മൊത്തം ഒരു ഓവറോൾ രീതിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നേരെ ചൊവ്വ ഈ ഒരു വാഹനം ഓടിച്ചാൽ 300 കിലോമീറ്ററിലധികവും ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതായത് EV ഓടിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയും കണ്ടു ഓടിച്ചാൽ 300-ലധികമുള്ള റേഞ്ച് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നൽകും. എന്നാൽ സാധാരണ കാർ ഓടിക്കുന്ന പോലെ നമ്മൾ ആക്സലേഷനൊക്കെ കൂടുതൽ കൊടുത്തു യാതൊരു ശ്രദ്ധയില്ലാന്ന് വെച്ചാൽ EV വാഹനമാണ് ഓടിക്കുന്നതെന്ന ശ്രദ്ധയില്ലാതെ ഓടിച്ചാൽ പോലും 250 കിലോമീറ്റർ മിനിമം നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിനകത്ത് റേഞ്ച് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. ഒരു കാര്യം പറയാനുണ്ട്, ഈ ഒരു വാഹനം തീർത്തും വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന പെട്രോൾ കാർ കൊടുത്തിട്ടാണ് ഈ ഒരു EVയിലേക്ക് മാറിയത്. വീട്ടിൽ ഇപ്പോൾ സോളാറും വെച്ചു. ഇപ്പം ₹1 പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവലിന് വേണ്ടി പോക്കറ്റിൽ നിന്ന് പ്രതിമാസം നമുക്ക് ചിലവാക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ആണ്. പെട്രോൾ പമ്പിൽ ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം യൂറിൻ പാസ് ചെയ്യാനല്ലാതെ കയറേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ളതാണ് ഈ ഒരു വാഹനം എടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. പോക്കറ്റ് കാലിയാക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് MGയുടെ വിൻസർ EV എന്ന ഈ ഒരു വാഹനം. ഈ ഒരു വാഹനം ഞാൻ ഈ കുറഞ്ഞ സമയങ്ങൾ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഗുണങ്ങളും കുറവുകളുമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കുറവുകളെ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു വാഹനത്തിന്റെ വിജയം. അതായത് ഈ പറഞ്ഞ കുറവുകൾ ഇത്രയൊക്കെ കുറവുകളെ ഉള്ളൂ എന്ന് നോക്കി കാണുന്ന ഒരാൾക്ക് ഈ ഒരു വാഹനം വിജയമാകും. എന്നാൽ ഈ ഇത്രയും കുറവുകളുണ്ടോ എന്ന് നോക്കി കാണുന്ന ഒരാൾക്ക് ഈ ഒരു വാഹനം ഒരുപക്ഷെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ കുറവുകളെ വളരെ കുറഞ്ഞ രീതിയിൽ നോക്കി കാണുന്നവരാണ് ഇന്ത്യയിൽ കൂടുതൽ എന്നാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഇതിൻ്റെ ഒരു വിജയം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു വാഹനം പുറത്തിറങ്ങി ആദ്യം 3 മാസം കൊണ്ട് തന്നെ 10,000 യൂണിറ്റ് ഇന്ത്യയിൽ സെല്ല് ചെയ്തതും ഈ 3 മാസക്കാലങ്ങളിൽ ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് EV ആയി മാറിയതും.